സ്റ്റാർട്ടപ്പ് ചെറിയൊരു യൂണിറ്റ് ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഞാൻ ചെയ്യണ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. അപ്പം ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, നമ്മളെ യൂണിറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടി ഇന്നത്തെ വീഡിയോ. യൂണിറ്റിൽ ഇതൊക്കെയാണ് നമ്മളെ യൂണിറ്റിലെ മിഷണറീസ് കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഞാൻ പിന്നീട് ഒരു ദിവസം ഞാൻ കാണിക്കുന്നതാണ്, ഇതിനെ പറ്റി വിശദമായിട്ടുള്ള കാര്യങ്ങൾ. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയിട്ട് ഞങ്ങൾക്ക് ഫ്രീ അല്ല. ഞാൻ മൂന്ന് കുറച്ച് തിരക്ക് കേട്ടാ. ഇന്നലെ കുറച്ച് കപ്പലണ്ടി ഓർത്തുണ്ടായിരുന്നു. അത് പാക്ക് ചെയ്യാനുണ്ട്, ലേബൽ ഒട്ടിക്കാനുണ്ട്. എന്നാലല്ലേ നാളെ സെയിലിന് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ കുറച്ച് പണിയിലാണ് ഞാൻ. ഒരു 4-5 ദിവസമായിട്ട് നമ്മളെ മെയിൻ പണിക്കാരി ലീവാണ്. ആളുടെ വീട് പണിയൊക്കെ ആയിട്ട് ഒരു ആഴ്ച മേലായിട്ട് ഇപ്പൊ ലീവാണ്. അപ്പോ നമ്മ ഇറങ്ങേണ്ടി വന്ന്. ഞാൻ റൂട്ടിൽ മാത്രം പോയിരുന്നുള്ളൂ. ഇപ്പോ ഓൾ ഇൻ ഓൾ കാര്യങ്ങൾ ഇപ്പോ ഒരു 10 ദിവസമായിട്ട് നമ്മ ഞാൻ ചെയ്തോണ്ടിരിക്കണത്. പിന്നെ ഒരു ആളും കൂടി ഉണ്ട്, ഒരു ചേച്ചിയും കൂടി ഉണ്ട്. ആള് വരാറുണ്ട്, ഞായറാഴ്ച ദിവസം ഇല്ല. അപ്പൊ ഇന്നലെ ഒരു അരച്ചാക്ക ചേച്ചി കപ്പലണ്ടി ഓർത്തെങ്കിലും നാളെ പിന്നെ രാവിലെ ഒന്ന് പാക്ക് ചെയ്തിട്ടൊക്കെ വരുമ്പോൾ ഒരുപാട് സമയം പിടിക്കും. കാരണം ഞാൻ കാണിച്ചുതരാം. എല്ലാവർക്കും ഈ 10ന്റെ കപ്പലിനാണ് കൂടുതലും മാർക്കറ്റിലേക്ക് വേണ്ടത്. മീൻസ് മനസ്സിലായോ? അത് 5ന്റെ വരെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. 10ന്റെ നിറച്ച് ലേബലടിച്ച്, അതായത് 10ന്റെ നിറച്ച് പാക്ക് ചെയ്ത് ഒട്ടിക്കാൻ ഭയങ്കര പാടാണ്. മീൻസ് അതിന്റെ പണി ഒരുപാട് എടുക്കും. അപ്പൊ 10ന്റെ സാധനങ്ങൾ ഞാൻ ഇന്ന് നിറച്ച് വെക്കണം. 10ന്റെ കപ്പൽ ചെയ്യടാ. ഇതുപോലെ 12 പാക്കറ്റ് ആക്കണം. അതിങ്ങനെ നിറക്കാനും പണിയാണ്. ഇതിങ്ങനെ ഈ ചെറിയ കവറിൽ നിറക്കാനും പണിയാണ്. പിന്നെ മാത്രല്ല ഈ 12 പാക്കറ്റ് ആക്കാനും. നമ്മളൊക്കെ 10ന്റെ കപ്പലിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമൊന്നുമില്ല. എന്നാ കടകളിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള സാധനമാണ്. 5ന്റെ വരെ ചോദിക്കുന്നുണ്ട്. 5 രൂപ വരെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. 10ന്റെ കപ്പലുണ്ട്. 12 പാക്കറ്റ് ആയിട്ടേ 12 ഒരു സെറ്റ് ആയിട്ട് നമുക്കൊന്ന് 2, 3, 4, 5, 6 പാക്കറ്റ് നിറച്ച് കഴിഞ്ഞു. കാണിച്ചുതരാം. ഇങ്ങനത്തെ 12 സെറ്റാണ് നമ്മ കടകളിൽ കൊടുക്കുന്നത്. ഇനിയിപ്പോ ലേബൽ ഒട്ടിക്കാനൊക്കെ ഉണ്ട്. ഇനി ഒരെണ്ണം കൂടെ ഫുള്ളാക്കണം. ഫില്ല് ചെയ്ത് കഴിഞ്ഞാല് ഒരു 10 നിറച്ച് കഴിഞ്ഞാല് ഇത് ഓക്കെ. 20ന്റെ എന്ന് പറയണത് 20ന്റെ 6 ഇങ്ങനത്തെ പാക്കറ്റ് ആയിട്ടാണ് നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുന്നത്. 6 ഇങ്ങനെ നിറച്ചിട്ടുണ്ടാവും. പിന്നെ 140 ഗ്രാമിന്റെ പിന്നെ കിലോ പാക്കറ്റ് ഇതൊക്കെ നമുക്ക് കൊടുക്കും. അപ്പോൾ നമ്മളെ ഉണർവിന്റെ നമ്മളെ യൂണിറ്റിന്റെ ഫുള്ള് വീഡിയോസ് ഇനി തുടർന്നും നമുക്ക് പ്രതീക്ഷിക്കണ്ട. നമ്മൾ ചെയ്യണ എല്ലാ ഐറ്റംസിനും നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. പിന്നെ കപ്പലണ്ടി നിലത്താണ് കൈസ്. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ എന്താ പറയുക, ഒരു സ്റ്റാർട്ടപ്പ് ചെറിയൊരു യൂണിറ്റ് ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യണ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. ഞാനിപ്പോൾ ഒരു 4-4.5 വർഷത്തോളമായി ഞങ്ങൾ ഈ ഒരു ഫീൽഡിൽ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ കപ്പലണ്ടിയാണ്, അതായത് പച്ചക്കപ്പലില്ലേ, പീനട്ട്, അത് കൊണ്ടുവന്ന് ഉപ്പിട്ടിട്ട് വറക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമ്മളെ പാക്കിങ്. പിന്നെ എൻ്റെ ഒരുപാട് ഈ മെഷീനറീസും കാര്യങ്ങളും ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ കൂടുകയാണെങ്കിൽ ചെറിയൊരു ഇതുപോലൊരു പാക്കിംഗ് യൂണിറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കും തുടങ്ങാനുള്ള ചെറിയൊരു ഐഡിയ ചിലപ്പോൾ കിട്ടുമായിരിക്കും. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ കപ്പലണ്ടി വറുത്തേട്ടാ. നമ്മളെ കപ്പലണ്ടി ഉപ്പിട്ട് സാധാ കപ്പലില്ലേ, മണൽ കപ്പലണ്ടി എന്നൊക്കെ ചിലയിടത്ത് പറയും. നമ്മളിവിടെയൊക്കെ മണലെന്നും പറയും. ഇതാണ് സാധാ കപ്പലണ്ടി. ഇതാണ് ഞങ്ങളിപ്പോൾ നിറച്ചുകൊണ്ടിരിക്കണത്. ഇതിപ്പോൾ 10ന്റെ ആണത്. ഇപ്പം 20ന്റെ 6 പാക്കറ്റ് നിറക്കണത്.
10 പാക്കറ്റൊക്കെ നിറക്കാം. ഞങ്ങൾ 6 പാക്കറ്റ് വെച്ചാൽ നിറക്കണത്. കാരണം ചിലവർക്ക് 5 വേണമെന്നൊക്കെ പറയും. അപ്പം 5 വേണ്ടവർക്ക് 6 പാക്കറ്റ് കൊടുക്കും. 10 വേണ്ടവർക്ക് ഞാൻ 2 പാക്കറ്റ് 12 വെച്ച് കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ അതേപോലെയൊക്കെ ചെയ്യണത് നമ്മളെ സൈസൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. നിങ്ങൾ നമ്മളെ കൂടെ ഫോളോ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കമൻ്റൊക്കെ അടിക്കണം. ഇതൊക്കെയാണ് നമ്മളെ ഡേറ്റ് അടിക്കണ ആ ഒരു സീലറാണത്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നലെ കപ്പലണ്ടി ഒരു 50 കിലോത്തിൻ്റെ ചാക്കാണ്. 50 കിലോത്തിൻ്റെ ചാക്ക് ഇന്നലെ എടുത്തിട്ട് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തീർക്കേണ്ടതാണ്. ഇന്നലെ ഞാൻ പറഞ്ഞില്ല, ഒരാൾ ലീവാണ്. അതിൻ്റെ പേരിൽ ഇന്നലെ 3/4 ചാക്ക് പറത്തിട്ടുള്ളൂ. ബാക്കി കാച്ചാക്കണായിരിക്കുന്നത്. കപ്പലണ്ടി എടുക്കുമ്പോൾ ഒക്കെ നല്ല ക്വാളിറ്റി കപ്പലണ്ടിയൊക്കെ എടുക്കണം കേട്ടോ. നല്ല ചിൽ എന്ന് പറഞ്ഞിട്ടിരിക്കണം. നല്ല കപ്പലണ്ടി ആവണം വറക്കുമ്പോൾ. കണ്ടാ നല്ല, അതായത് നമ്മൾ പച്ചക്കപ്പലണ്ടി എടുക്കണ കളർ തന്നെ ആവണം വറക്കുമ്പോൾ. അതിനുള്ള വഴികളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് താല്പര്യം നീ കൂടെ കുടിക്കും. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യില്ലേ? ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫോളോ മീൻസ് സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ ശരി, ഓക്കെ.